ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്, വിശദീകരിക്കുന്നത് ഒരു ശ്ലോകത്തിനെ അടിസ്ഥാനമാക്കിയാണ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് വളർച്ചയും ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന് അവതാരമെടുത്ത് അധർമ്മത്തിനെ നശിപ്പിച്ച് ധർമ്മത്തിനെ സ്ഥാപിക്കും. ഇതിനു വേണ്ടിയാണ് ഭഗവാന്റെ അവതാരങ്ങൾ, ദശാവതാരങ്ങൾ. വിഷ്ണുവിന്റെ ദശാവതാരങ്ങളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ആ ദശാവതാരങ്ങൾ എന്തിനായിക്കൊണ്ടായിരുന്നു? എന്താണ് ഈ അവതാരം? അവതരതി എന്ന സംസ്കൃതത്തിൽ നിന്നാണ് അവതാരം ഉണ്ടായത്. അവതരതി എന്ന് പറഞ്ഞാൽ താഴേക്കിറങ്ങി എന്നാണ്. നമ്മൾ കൃഷ്ണാവതാരം എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയണം. വിഷ്ണു എവിടെ ഇരിക്കുന്ന ആളാ? ഇത്രയും ബുദ്ധിമുട്ട് സഹിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നെങ്കിൽ അതിന് നമ്മൾ അദ്ദേഹത്തിന് എന്തെല്ലാം കൊടുക്കണം. അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവതാരങ്ങളെ കുറിച്ച്, ഓരോ അവതാരങ്ങളും അതിന്റെ ദശാവതാരങ്ങൾ, ഇത് കുട്ടികൾക്ക് അമ്മമാരും അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പണ്ട് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്നിപ്പോ അതിന് പകരം മീഡിയങ്ങളിൽ ഞാൻ അതിനെ തെറ്റ് പറയില്ല. പക്ഷേ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ, മുത്തശ്ശി കെട്ടിപ്പിടിച്ചല്ലെങ്കിൽ അമ്മ കെട്ടിപ്പിടിച്ച് ചൊല്ലിക്കൊടുക്കുന്ന ആ ദശാവതാര കഥകളുണ്ടല്ലോ, അതൊക്കെ ഇന്നും മനസ്സിൽ കിടന്ന് കളിക്കുകയാണ്. അങ്ങനെയുള്ള ദശാവതാരങ്ങളിൽ ഓരോന്നിനെ കുറിച്ച്, അതിന്റെ സന്ദർഭത്തിനെ കുറിച്ചും അതിന്റെ കഥകളെ കുറിച്ചും ഒന്ന് ചെറുതായി വിവരിച്ച് അത് മുന്നോട്ട് നീങ്ങാം. ആ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. എല്ലാവർക്കും അറിയാം. എന്തിനായിരുന്നു മത്സ്യാവതാരം? പ്രളയം കഴിഞ്ഞ് എല്ലാ വസ്തുക്കളും ബ്രഹ്മാവിൽ വന്ന് ലയിച്ചു. ബ്രഹ്മാവ് വിഷ്ണുവിൽ വന്ന് ലയിച്ച് സുഖമായി ഉറങ്ങുന്നു. ഈ സമയത്ത് ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ വന്ന് ബ്രഹ്മാവിന്റെ ചതുർമുഖങ്ങളിൽ നിന്ന് 4 വേദങ്ങളെയും കട്ടെടുക്കുന്നു. ബ്രഹ്മാവ് ഉണർന്നു നോക്കിയപ്പോൾ തന്റെ മുഖത്തുള്ള വേദങ്ങളൊക്കെ പോയിരിക്കുന്നത് കണ്ടിട്ട് വളരെയധികം വിഷമിച്ച് വിഷ്ണു ഭഗവാനെ ചെന്ന് വിളിക്കാൻ നോക്കിയപ്പോൾ വിഷ്ണു ഭഗവാൻ നല്ല ഉറക്കം. ഉണർന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവനെ കൊന്നിട്ട് വേദങ്ങൾ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരനെ വധിക്കാനായിക്കൊണ്ട് മത്സ്യാവതാരമായി ജനിച്ചു. ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. എന്നാൽ ഈ മത്സ്യാവതാരം കണ്ട ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് മാത്രമേ ഇത് കാണാൻ ഒരു ഭാഗ്യമുണ്ടായുള്ളൂ. അങ്ങനെ ആ മത്സ്യാവതാരം വേദങ്ങളെ വീണ്ടും വീണ്ടെടുത്തുന്ന ആ മത്സ്യാവതാരത്തിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത അവതാരത്തിലേക്ക് കടക്കാം. കൂർമാവതാരം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂർമ്മം ആമയാണ്. ഭഗവാൻ എന്തിനാ ഈ മനുഷ്യന്റെ ഈ വൃത്തികെട്ട വേഷം, ഈ ജീവജാലങ്ങളുടെ വൃത്തികെട്ട വേഷങ്ങൾ കെട്ടാൻ പോയേ? മനുഷ്യന് വേണ്ടി ചെയ്തതാണേ, സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്യാണ്. അപ്പൊ കൂർമ്മം ആമയാണ്. എന്തിനാ ആമ കെട്ടിയത്? പാലാഴി മഥനങ്ങൾ തുടങ്ങി മന്ദര പർവ്വതത്തിനെ, ആ വലിയ പർവ്വതത്തിനെ കടകോലാക്കി ആ വാസുകിയെ കയറാക്കിക്കൊണ്ട് പാലാഴി മഥനങ്ങൾ തുടങ്ങിയപ്പോൾ മന്ദര പർവ്വതം നേരെ ആ പാലാഴിയിൽ അങ്ങ് മുങ്ങിപ്പോയി. ഇത് കണ്ട് വിഷമിച്ചു. ആർക്കെതിരെ പൊന്താൻ കഴിയും? അതുകൊണ്ട് സംശയിച്ചു. പങ്കം ലംഘയതേഗിരിം എന്ന് പറഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? വേഗം തന്നെ വലിയൊരാമയായി തീർന്ന് ആ മന്ദരപർവ്വതത്തിന്റെ അടിയിലങ്ങോട്ട് ചെന്നിട്ട് നേരെ അങ്ങോട്ട് പൊന്തിച്ചപ്പോൾ, തന്റെ പുറംഭാഗം കൂടെ അങ്ങോട്ട് പൊന്തിച്ചപ്പോൾ ആ പർവ്വതം അങ്ങോട്ട് പൊന്തി പൊന്തി മുകളിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ഈ കർമ്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സ് തളരുമ്പോൾ ആ മനസ്സാകുന്ന മന്ദരപർവ്വതത്തിനെ പൊന്തിക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അതിനെ പ്രാർത്ഥിക്കണം ഭഗവാനോട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കൂർമാവതാരത്തിനെ ഭഗവത് തൃപാദത്തിൽ അർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ വരാഹ അവതാരമാണ്. വരാഹം പന്നിയാണ്. ഭഗവാൻ നമ്മൾ ദേഷ്യം വരുമ്പോ എന്താണ് പന്നി എന്നല്ലേ വിളിക്കുക? ആ വേഷം കെട്ടാൻ പോലും ഭഗവാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ തയ്യാറാവോ? നമ്മളൊക്കെ അങ്ങനെ ആ പന്നിയായിക്കൊണ്ട് അവതാരം എടുത്തു. എന്തിനായിരുന്നു? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപന്റെയും അവതാരങ്ങൾ ജനനം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന കശ്യപന്റെ പുത്രനായ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട പത്നിയായ ഭൂമി ദേവിയെ കട്ടുകൊണ്ടുവന്നു. ഭഗവാൻ അന്വേഷിച്ച് വേഗം ഭൂമിയെ കാണാതായപ്പോൾ ബ്രഹ്മാവ് പരിഭ്രമിച്ചു. ബ്രഹ്മാവ് തപസ് ചെയ്തു. ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് ഭഗവാൻ ഒരു പന്നിക്കുട്ടിയായി പുറത്തേക്ക് ചാടി. പെട്ടെന്ന് തന്നെ ആ പന്നി അങ്ങോട്ട് വളർന്നു.
നേരെ സമുദ്രത്തിൽ കൊണ്ടുപോയി ഹിരണ്യാക്ഷനെ ഒളിപ്പിച്ച ആ ഭൂമി ദേവിയെ കണ്ടു. വേഗം കടലിന്റെ അടിയിൽ പോയി ഭൂമി ദേവിയെ തന്റെ പ്രിയപ്പെട്ട പത്നിയെ കൊണ്ടിട്ട് വരുമ്പോൾ ആ ഹിരണ്യാക്ഷന്റെ ആ യുദ്ധത്തിന് വരുന്നു. ആ അതിഭയങ്കരമായ യുദ്ധത്തിൽ ആ പന്നി ആ തന്റെ വലത് കൈ കൊണ്ട് ആ ഹിരണ്യാക്ഷന്റെ ചെവിക്കുറ്റി നോക്കിയിട്ട് ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ ഹിരണ്യാക്ഷൻ ചാവുന്നു. അങ്ങനെ ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ ഈ കഥ വളരെ പ്രധാനമാണ്. ഭൂമി സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ അടുത്ത ഒരു വരാഹ ക്ഷേത്രത്തിൽ പോയി, വരാഹമൂർത്തിയുടെയോ വരാഹിയുടെയോ ക്ഷേത്രത്തിൽ പോയി അവിടെ പൂജ കഴിപ്പിച്ചാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് വരാഹ അവതാരത്തിനെ നന്നായി സ്മരിച്ചോളൂ. ഭൂമിയുടെ ദോഷങ്ങൾ പോകാൻ, ആ പ്രശ്നങ്ങളൊക്കെ തീരാൻ, ഗ്രഹത്തിലെ പ്രശ്നങ്ങൾ തീരാൻ ഈ വരാഹ അവതാരം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത അവതാരത്തിലേക്ക് കിടക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മനോഹരവും ഭയങ്കരവുമായ ഒരു അവതാരം നരസിംഹാവതാരം. ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷദം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷദം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഹിരണ്യകശിപു തന്റെ മകനായ പ്രഹ്ലാദനെ, വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ആ തൂണിൽ നിന്ന് ആ സന്ധ്യ സമയത്ത് അങ്ങോട്ട് ചാടിക്കൊണ്ട് ആ ഹിരണ്യകശിപുവിനെ മടിയിലങ്ങോട്ട് ഇരുത്തി തന്റെ നഖങ്ങളൊക്കെ അങ്ങോട്ട് പൊളിച്ച് ആ കുടലങ്ങോട്ട് എടുത്ത് ചാർത്തി ആ രക്തം കുടിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ ഭയാനകമായ ആ നരസിംഹ രൂപത്തിനെ, അതിന്റെ മന്ത്രം ശരിക്കും പഠിച്ചിട്ട് നമ്മൾ ചൊല്ലിക്കൊണ്ട് നടന്നാൽ ഒരു അപശബ്ദങ്ങളും കേൾക്കുകയില്ല, ഒരു അപകടങ്ങളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരസിംഹാവതാരത്തിനെ സമർപ്പിച്ചുകൊണ്ട് വാമനാവതാരത്തിലേക്ക് കടക്കുന്നു. വാമനാവതാരം എല്ലാവർക്കും അറിയാം, മഹാബലിയുടെ കഥയാണ്. അഹങ്കാരം നശിപ്പിക്കാനാണ് വാമനാവതാരം. മഹാബലിയുടെ അഹങ്കാരം നശിപ്പിച്ചു. അതുകൊണ്ട് ഈ അഹങ്കാരമില്ലാതെ മനസ്സ് ശുദ്ധമാക്കാൻ വാമനനെ നമസ്കരിച്ചുകൊള്ളുക. ചെറിയ കുട്ടിയായി ആ പട്ടുകോണവും ഓലക്കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സുന്ദര രൂപത്തിന്റെ മനസ്സിൽ ധ്യാനിക്കുക. അതുപോലെ തന്നെ വീട് ജപ്തിയാകുമ്പോൾ, കടം വന്ന് പെരുകുമ്പോൾ ഒക്കെ ഏറ്റവും നല്ലത് വാമനാവതാരത്തിന് പൂജ ചെയ്യുക, വാമനമൂർത്തിയെ പൂജ ചെയ്യുക. ആ തൃക്കാക്കര അമ്പലത്തിലൊക്കെ മനോഹരമായ ആ വാമനമൂർത്തിയുടെ അമ്പലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി ഒന്ന് തൊഴുതാൽ വളരെ സുഖകരമായിരിക്കും. അങ്ങനെ ആ വാമനാവതാരത്തിനെയും ഭഗവത് തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കിനി ഏറ്റവും സ്മരിക്കേണ്ട ഒരു അവതാരമാണ് പരശുരാമാവതാരം. പ്രത്യേകിച്ച് കേരളക്കാര്, മലയാളികൾ. എന്താ പരശുരാമ അവതാരം? ആ ജമദഗ്നിയുടെയും രേണുകനയുടെയും മകനായി ജനിച്ച വിഷ്ണുവിന്റെ അവതാരമായ ആ പരശുരാമ അവതാരം. പരശുരാമൻ ഭയങ്കര ശക്തിമാനായിരുന്നു. ആ വളർന്നിങ്ങോട്ട് വന്നപ്പോ ഒരുപാട് സഹോദരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ജനിച്ചു വന്നപ്പോള് അച്ഛൻ്റെ ഒരു ദിവസം അമ്മ എന്തോ തെറ്റ് ചെയ്തപ്പോള് അമ്മയെ കൊല്ലാൻ ആവശ്യപ്പെട്ടതേ. മറ്റു മക്കളൊക്കെ കഴിഞ്ഞപ്പോ പരശുരാമൻ പറഞ്ഞു, ഞാൻ കൊല്ലാം അമ്മയെന്ന്. മിടുക്കനാണേ, നല്ല ബുദ്ധിമാനാ. അങ്ങനെ വാളെടുത്ത് വെട്ടാൻ പുറപ്പെട്ടപ്പോ ജമദഗ്നി ചോദിച്ചു, നിനക്ക് കഴിയോ? കഴിയും, പക്ഷെ അച്ഛൻ എനിക്ക് ഒരു വരം തരണം എന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ബുദ്ധിമാനാണേ. പറഞ്ഞു, ഞാൻ വാളെടുത്ത് വെട്ടുമ്പോൾ അമ്മ മരിക്കരുത്. അങ്ങനെ അമ്മ മരിക്കാതെ കൊന്ന മിടുക്കനായ ഒരു രാജാവാണ്, അവതാരമാണ് പരശുരാമൻ. ഈ പരശുരാമനാണ് നമ്മുടെ കേരളക്കരയെ നമുക്ക് സമ്മാനിച്ചത്. ഈ കേരളക്കരയിൽ ഇത്രയും ക്ഷേത്രങ്ങൾ പണിത് അവിടെയൊക്കെ പൂജ സംഘടിപ്പിച്ച ആള്, പൂജ ചിട്ടപ്പെടുത്തിയ വലിയൊരു അവതാരമാണ് പരശുരാമൻ. ഈ പരശുരാമനും രാമനും കൂടി കണ്ടുമുട്ടുന്ന കഥയൊക്കെ നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുന്ദരമായ പരശുരാമ അവതാരത്തിനെ ഒരിക്കലും മാതാവിനെ നമസ്കരിക്കുക, മാതാവിന് ഉപദ്രവം വരാതെ കാത്തു സൂക്ഷിക്കുക എന്ന തത്വങ്ങളെ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചെന്ന പരശുരാമാവതാരത്തിന് നമസ്കരിച്ചുകൊണ്ട് ഇനി നമ്മളിതാ ആ സുന്ദരമായ ശ്രീരാമാവതാരത്തിലേക്ക് രാമായണം കഥ വായിച്ചാൽ മതിയാവോ? നമുക്ക് എത്ര പ്രാവശ്യം വായിച്ചു, എത്ര കർക്കിടമാസം കഴിഞ്ഞു, കർക്കിടമാസത്തിന്റെ പേരേ പോയി, രാമായണ മാസം എന്നായി. ആ ശ്രീരാമൻ, അയോധ്യാവതിയായ ശ്രീരാമൻ, ത്യാഗത്തിന്റെ മൂർത്തിയായ, ഗ്രഹങ്ങളിൽ ഐക്യമുണ്ടാകാൻ ആ ശ്രീരാമനെ പോലെ ജീവിച്ചാൽ മതി എന്നാ. ശ്രീരാമൻ അന്ന് തല്ലൂടിയെങ്കിൽ എന്താ സംഭവിക്കുക? ദശരഥനെ പിടിച്ചു കെട്ടി രാജ്യം ഭരിക്കാൻ നിന്നെങ്കിൽ എന്താവും? അതുകൊണ്ട് അവനവന്റെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രാവണനെ കൊല്ലാനായി പുറപ്പെട്ട ആ സുന്ദരമായ അവതാരം ശ്രീരാമാവതാരം. അതുകൊണ്ട് ഈ രാമാവതാരം ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളോട്ട് പറയാം. ഒറ്റ കാര്യം ചെയ്താൽ മതി.
എത്ര വലിയ പ്രശ്നഗ്രഹത്തിൽ ഉത്ഭവിച്ചോട്ടെ, ഡൈവോഴ്സ്, അതുപോലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കലഹങ്ങള്, കടക്കണികള്, അയൽവാസികളായുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും വരാൻ ഗ്രഹത്തിൽ. ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതിനെന്ത് ചെയ്യണം? ഗ്രഹത്തിലുള്ള എല്ലാ അംഗങ്ങളും രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 8 മണി 8:30യോടുകൂടി കയ്യും കാലും കഴുകി വന്ന് നേരെ ആ പൂജാമുറിയിലോ വിളക്കോ അവിടെ കത്തിച്ചു വെച്ച സ്ഥലത്തങ്ങ് ഇരുന്നുകൊണ്ട് നാരദൻ താൻ എഴുതിയ കലിസന്ധനോപനിഷത്തിലെ ദിവ്യമായ മന്ത്രമാണ് ഇനി ചെല്ലാൻ പോകുന്നത്. നാരദൻ നിർവചിച്ച ആ കലിസന്ധനോപനിഷത്തിലെ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം സീതാപതയേ നമഃ. ഈ സുന്ദരമായ ഈ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലി നമസ്കരിച്ചിട്ടാണ് കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നല്ല ഐക്യവും നല്ല ഊർജവും ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. ഈ ദിവ്യമായ മന്ത്രത്തിനെ മറക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമാവതാരം അർപ്പിച്ചുകൊണ്ട് അടുത്ത അവതാരമായ ബലരാമാവതാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. രാമാവതാരത്തിലെ രാമന്റെ അനുജനായിട്ട് ലക്ഷ്മണൻ അനന്തനായിട്ട് അവതരിച്ചെങ്കിൽ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന്റെ ഏട്ടനായിട്ടാണ് അവതരിച്ചത് ബലരാമനെ. ആ ബലരാമൻ രോഹിണി പുത്രനായി ജനിച്ച് കൃഷ്ണനോടൊപ്പം ഓടിക്കളിച്ച് നടന്ന് ലോകത്തിനെ മുഴുവൻ അഭിനന്ദിച്ച ആസ്വദിപ്പിച്ച ആ സുന്ദരമായ ബലരാമ അവതാരം ഗുരുവായൂരിലെ ഒരു ഗുണമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ബലരാമ ക്ഷേത്രമുണ്ട്. അഷ്ടമിരോഹിണി ദിവസം സഹോദരന്മാരെ തമ്മിൽ ഒരു കണ്ടുമുട്ടലുണ്ട്. അതൊക്കെ ഇവിടെ ഒന്ന് കാണാൻ ഗുരുവായൂർ വരുമ്പോ അഷ്ടമിരോഹിണിക്ക് തന്നെ പറഞ്ഞ 2 പേരും കൂടി വന്നൊരു സമ്മേളിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊക്കെ കാണാൻ ഭാഗ്യമുണ്ടായാൽ സ്മരിച്ചുകൊണ്ട് ആ ബലരാമവതാരം ഭഗവത് തൃപാദത്തിൽ അർപ്പിക്കുന്നു. ഇനി നമുക്ക് അവതരിപ്പിക്കാനുള്ളത് സുന്ദരമായ അവതാരത്തിനെയാണ്. അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരം എന്നറിയപ്പെടുന്ന, മനോഹരം എന്നറിയപ്പെടുന്ന മുഖേ മന്ദഹാസം നഖേ ചന്ദ്രഭാസം കരേ ചാരു ചക്രം സുരേശാഭിവന്ദ്യം ഭുജംഗേശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ. വിഷ്ണു തന്നെ ഇത്ര സുന്ദരനാണെങ്കിൽ കൃഷ്ണൻ എങ്ങനെയായിരുന്നു? വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. വസുദേവരുടെയും ദേവകിയുടെയും മകനായി ജനിച്ച് നന്ദഗോപരുടെയും യശോദയുടെയും വളർത്തുപുത്രനായി നിന്ന് ഈ ലോകത്തിലുള്ള എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്, ഒരാൾക്കും ദുഃഖം കൊടുക്കാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നടന്ന മഹാഗുരുനാഥനായ ആ കൃഷ്ണാവതാരം ഭാഗവത സപ്താഹത്തിലാണ്ടിരുന്നാൽ ഈ കൃഷ്ണഭക്തങ്ങളെ കഴിച്ചുകൊണ്ട്, ആ കൃഷ്ണനെ വെച്ചുകൊണ്ട്, ആ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആ സുന്ദരമായ ഭാവങ്ങളെയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കിട്ടുമ്പോൾ വീട്ടിൽ പ്രശ്നം വരുമ്പോൾ ഇരുന്നോളൂ, നാരായണി എടുത്തോളൂ, ഭാഗവതം എടുത്തോളൂ, ഒരേ കഥകളായിട്ട് അങ്ങ് വായിക്കുക. ആ മനസ്സിലുള്ള മാലിന്യങ്ങൾ അങ്ങോട്ട് പോകും. ഈ മാലിന്യങ്ങളെ മുഴുവൻ തളച്ചുകൊണ്ട് എല്ലാ വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ആ കൃഷ്ണനാണ് ഗുരുവായൂരിൽ വിളങ്ങുന്നത്. ഇവിടെ വിഷ്ണു അല്ല, വിഷ്ണുവിന്റെ വിഗ്രഹമാണെങ്കിലും ആ വിഷ്ണു വിഗ്രഹത്തിനേക്കാൾ കൂടുതൽ ഇവിടെ കൃഷ്ണന്റെ അമ്പലം എന്നാ പറയാ, ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ എന്നാ പറയാ. ആ കൃഷ്ണനായിട്ടാണ് കാണുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ ചെറിയ കുട്ടിയായിട്ട് ആ കുട്ടി ഇങ്ങനെ വന്ന് കളിക്കണ പോലെ തന്നു. ഗുരുവായൂർ വന്ന് മഞ്ഞളാലിന്റെ ഇവിടെ ഇറങ്ങേ വേണ്ടു. ഉണ്ണി വന്ന് ഓരോരുത്തരെ കയ്യും പിടിച്ചോണ്ട് വരൂ, ഊണ് കഴിക്കോ, പാൽപ്പായസം കഴിക്കോ, അപ്പം തിന്നുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിളിയുണ്ട്. ആ വിളി ആസ്വദിക്കാൻ ഭക്തനായി തരണം നമ്മള്. ആ കൃഷ്ണഭക്തനായി തീർന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശാവതാര കഥയിൽ കൃഷ്ണാവതാരം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്മരിക്കാനുള്ളത്, അത് സ്മരിക്കാനേ പറ്റുള്ളൂ, ഇത് ഉണ്ടായിട്ടില്ലല്ലോ. കൽക്കി അവതാരം ഒന്നിച്ചെല്ലാൻ ലക്ഷം കഴിഞ്ഞിട്ട്, കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. കൽക്കി അവതാരം അധർമ്മത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തും. പക്ഷേ ഭാഗവതത്തിൽ അതിന്റെ പ്രഖ്യാപനം ചെയ്തു വെച്ചിട്ടുണ്ട്. കൽക്കട്ടയിൽ, ബംഗാളിൽ ഒരു ശമ്പള ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ കൽക്കി അവതരിക്കും എന്ന് പറയുന്നു. കുതിരപ്പുറത്ത് ആ വാളെടുത്തിട്ട് വരവുണ്ട്. എന്നിട്ട് അധർമ്മത്തിനെ മുഴുവൻ നശിപ്പിച്ച് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞുകൊണ്ട് ദശാവതാരം എല്ലാ ഭഗവത് ഭക്തന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു.